ആദ്യം ശ്രീ മുഹമ്മദ് അലി മുസാഫിർ, രാജ്യത്തെ യുവത സാധാരണഗതിയിൽ നമ്മൾ കൗമാരക്കാർ, യുവാക്കൾ രാഷ്ട്രീയവാദികളായി മാറുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്കുള്ളൊരു സമരതീക്ഷ്ണത മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ എന്ന വലിയ സംവിധാനത്തിന് മുട്ടുമടക്കേണ്ടി വരുമോ? മധു, ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ഇന്ന് ജന്തർ മന്ദറിന്റെ സമരവേദിയിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമല്ല. ജന്തർ മന്ദറിലേക്ക് എത്തുന്നവരൊന്നും രാഷ്ട്രീയം പാർട്ടികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിനിധികളൊന്നുമല്ല. ഈ രാജ്യത്തിന്റെ ഭാവി തുലാസിലാണെന്ന് ഉറപ്പുള്ള ഒരുപാട് വിദ്യാർത്ഥികളും മനുഷ്യരാണ് ജന്തർ മന്ദറിൽ ഈ സമരത്തിൽ പങ്കുകൊള്ളുന്നത്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്, വ്യത്യസ്ത ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നെയിം ടാഗ് ഇല്ലാത്ത, പോലീസ് എന്ന് പറയപ്പെടുന്ന, പോലീസ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ധരിപ്പിക്കാനോ കുറച്ച് ആളുകൾ വന്ന് തല്ലുകയാണ്. ആ തല്ല് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്തതിനാണ്. ഒരു തരത്തിലും ഈ സമരത്തിന് ഒരു ആനുകൂല്യം പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറുമ്പോൾ എനിക്ക് എൻ്റെ ഇന്റർനെറ്റ് എന്ന മൗലികാവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു തരത്തിലും ഈ രാജ്യത്തെ സംഘപരിവാർ നിയന്ത്രിക്കുന്ന സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടിയാൽ അവർ വാ പൊത്തിക്കും. അത് 2014 വെച്ച് തുടങ്ങിയതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ രാജ്യത്തിൽ ഒരുപാട് ജീവിതങ്ങൾ പൊലിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ രാജ്യത്തിന്റെ ഭാവിയാകുന്ന കുറെ മനുഷ്യരുടെ ജീവിതം ഈ സർക്കാർ പന്താട്ടം നടത്തിയിട്ട് അവരില്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോഴും ഇവർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഡൽഹിയിലേക്ക് വരുന്ന ഒരാളും അല്ലെങ്കിൽ ജന്തർ മന്ദറിന്റെ സമര പോരാട്ടത്തിലിരിക്കുന്ന ഒരാൾക്കും അങ്ങനെ പറയാനാവില്ല. കാരണം ജീവൻ കൊടുത്തിട്ടാണ് സമരം നയിക്കാൻ ഓരോ മനുഷ്യരും, അല്ലെങ്കിൽ ഇനിയിപ്പോ ഈ നാട്ടിലില്ലാത്തവരാണെങ്കിൽ അവർ ഭക്ഷണം എത്തിച്ചിട്ട് ഈ സമരത്തോട് ഐക്യപ്പെടുന്നു. ഈ രാജ്യത്തിന്റെ സർക്കാർ ഈ രാജ്യത്തിന്റെ യുവതയെ കൊന്നൊടുക്കുമ്പോ അതെങ്ങനെ കണ്ടു നിൽക്കാനാകും? കേവലം 15 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന, അല്ലെങ്കിൽ 15 വർഷത്തിന് മുകളിലായിട്ട് ഇന്ത്യ ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഒറ്റുകൊടുക്കണോ? അതിന് ഞങ്ങൾ നിന്നു കൊടുക്കണോ? ആ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ചോദ്യം ചെയ്യും. ഇപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്ക് വാളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലില് ഒരു പോസ്റ്റ് പങ്കുവച്ചപ്പോ എന്റെ പേര് കൊണ്ടിട്ട് അവരെന്നെ വർഗീയവാദിയാക്കാൻ നിൽക്കുകയാണ്, തീവ്രവാദിയാക്കാൻ നിൽക്കുകയാണ്. അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത നാടായോ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്റെ ഇന്ത്യ? എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞാനൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ ഇന്നലെ വന്നിട്ട് പറയാണ് സങ്കടമുണ്ടെന്ന്. എന്തിനാണ് സങ്കടം? ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും രാജ്യത്തെയും തകർത്തതിനാണോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സങ്കടം വരേണ്ടത്? പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ പ്രതിഷേധങ്ങൾ അറിയിക്കാൻ ജെൻസി പ്രതിഷേധത്തിന് ഇറങ്ങുന്നില്ല എന്നായിരുന്നു ഇവരുടെ പ്രശ്നം. ജെൻസി ഇറങ്ങിയപ്പോ അടിമുടി താങ്ങാനുള്ള ശേഷി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് ഇല്ല. ഈ കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് വികാരഭരിതമായി പോകാനുള്ള കാരണം പൂർത്തീകരിക്കും. തുടരട്ടെ? തുടരൂ. തീർച്ചയായിട്ടും ഈ സമരത്തിനോട് ഐക്യപ്പെടുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഡൽഹി പോലീസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ന് കേന്ദ്ര സേനകളൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്താണ് ശ്രമം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ രാജ്യം പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ഈ രാജ്യത്ത് പ്രതിരോധങ്ങൾ ഉയരുമ്പോൾ പല പ്രവർത്തനങ്ങളും ഈ രാജ്യം കണ്ടിട്ടുണ്ട്. ഒരിക്കലും അതിലേക്കൊന്നും പോവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഭയമുണ്ട് ഈ രാജ്യത്തിന്റെ ഭാവി. ശരി. ഡിബേറ്റ് വിത്ത് മാധു സജി.